നമസ്കാരം, എല്ലാവർക്കും അമ്മാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ചില സൗകര്യങ്ങൾ മൂലം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇനി നമ്മുടെ വീഡിയോസ് എല്ലാം പഴയ പോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് ഞാനിവിടെ ഒരു മുട്ടപ്പത്തിരിയും പാലുമാണ് തയ്യാറാക്കുന്നത്. ഇത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ 4 മണി പലഹാരമായിട്ടോ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ: ഒരു 1.5 ഗ്ലാസ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഒരു ആവശ്യത്തിന് പഞ്ചസാരയും ഉപ്പും ഒരു കോഴിമുട്ടയും. ഇതാണ് ഇത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. കൂടെ അതിനാവശ്യത്തിനായുള്ള വെള്ളവും. ആദ്യം നമുക്ക് ഈ മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മൈദ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അരിച്ചു വെച്ചിരിക്കുന്ന മൈദമാവ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം നമ്മുടെ ദോശ മാവിനേലും കുറച്ചുകൂടി കഴിഞ്ഞ രീതിയിലാണ് ഈ മാവ് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് ഇതിന് വേണ്ട തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് തേങ്ങ ചിരവിയതായിരുന്നു എടുത്തിരുന്നത്. അതിന് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് നല്ല കട്ടപ്പാലാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഒരു 2 ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് മുട്ടപ്പത്തിരി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം 1 സ്പൂൺ മാവെടുത്ത് അതിനകത്തിട്ട് നൈസായിട്ട് പരത്തി ചുട്ടെടുക്കുക. വളരെ സോഫ്റ്റായിട്ട് കിട്ടും. ഇത് വളരെ നൈസായ പത്തിരിയായിരിക്കും. ഇത് മറിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ഇടുമ്പോൾ അത് നന്നായിട്ട് വെന്ത് വരും. വളരെ സോഫ്റ്റായ ഒരു പത്തിരിയാണ്. അത് നമുക്ക് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് പച്ച തേങ്ങാപ്പാൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ തേങ്ങാപ്പാലിൽ മുക്കിയാണ് നമ്മൾ ഈ പത്തിരി കഴിക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നാടൻ വിഭവമാണിത്. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി.